അത് പിന്നെ ഈ ചക്ര വണ്ടി സ്റ്റാർട്ട് ചെയ്താ പിന്നെ പിയാനോ നോട്ട് കേൾക്കൂ. എന്താ കളിയാക്കുക? അയ്യോ അല്ല, കാര്യായിട്ടാ. കുന്തം, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, ശരിക്കും വരട്ടെ. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവത്തിന്റെ പുറത്തോട്ട് ചൊരിയുക. അപ്പൊ കുറച്ച് റിലീഫ് കിട്ടും. അല്ലാതെ ടെൻഷൻ ഉള്ളി ഒതുക്കി വെച്ചാ പാവ ഹൃദയം ബുദ്ധിമുട്ടി പോകും. എന്ത് ടെൻഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തോ എഴുത്ത് വന്നെന്നോ പോകാനിട്ടവല്ലെന്നോ എന്നൊക്കെ ഞാനും കേട്ടു. ആയിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്. അപ്പൊ ലൈനില്ല. പോടാ അവിടുന്ന്, പിള്ളേർ കൊള്ളാവല്ല. കുട്ടികൾ തിരിച്ചുപോയി, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. എന്ത് പറ്റി? നല്ല മൂഡിലല്ലോ. അത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ലീവ് മീ അലോൺ. ഏയ്, അത് ശരിയല്ലല്ലോ. തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന്. അതിനെ മറികടക്കാൻ പല വഴികളുണ്ട്. അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും. പ്ലീസ്, നിങ്ങൾ നിർത്താമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ജീവിതത്തിന്റെ നിരർത്ഥകത. എനിക്ക് വയ്യ. എന്തേ? ശരി, അങ്ങോട്ട് കടക്കുന്നില്ല. പറയൂ, എന്താണ് അനിതയുടെ പ്രോബ്ലം? എവിടെയാണ് പിഴച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ഗുണം? പരിഹാരം ഒന്നും നിർദ്ദേശിക്കാൻ ഉണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും. കാരണം ഒരുപാട് ജീവിതം കണ്ടു പോന്നവനാണ് ഞാൻ. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ. അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി, പേരിന്റെ കൂടെ IAS എന്ന 3 അക്ഷരം. അമ്മ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കേൾക്കുമ്പോ എന്താ, തികഞ്ഞ യോഗ്യന്മാര്. പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ. എന്താണെന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ കളിപ്പാട്ടങ്ങളും. അതുതന്നെയാണ് അച്ഛനും അമ്മയെ എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അരുൺ നായർ. എന്താ അയാൾക്കൊരു കുറവ്? എഡ്യൂക്കേറ്റഡ് അല്ലേ, ഗുഡ് ലുക്കിംഗ് അല്ലേ? എല്ലാറ്റിലും കൂടുതൽ. ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം? എ ബോയ് ഓഫ് ഹിസ് ഏജ്? But I don't like him. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എൻഗേജ്മെന്റ് റിംഗ്. എൻ്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണ്ണമോതിരത്തിൻ്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം. താൻ എന്നെ വല്ലാതെ വിഡ്ഢിയാക്കുന്നുണ്ട്. മാരേജിന് മുമ്പ് ആ എക്സ്റ്റെൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് തരില്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ, ബിഹേവ് യുവർ സെൽഫ്. വാശി കയറ്റുക, അരുണിനെ വാശി കയറ്റുക. അനിത, ജസ്റ്റ് ഒരു ജോക്ക്. ഞാൻ തന്നെ കാണാൻ വന്നതാ. അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്കാവില്ല. ഷട്ടപ്പ്. എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ്. നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം. ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവനെന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി. കുസൃതി? ആ കുസൃതി നാളെ അയാളെ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ്? എടി എടി നിന്റെ നാക്ക് ഞാൻ
പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല, വീട് വിട്ടോടി. ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു. ഒരിടമുണ്ടെന്നറിയായിരുന്നു. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആൻറ്റിയും. അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ആ ലക്ഷ്മി, വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും. ഞാൻ ഉണ്ടാവില്ല. അനന്താ, എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നു പോയാൽ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിൽ എത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ കിന്നാരം പറയാണ്ട് വേമ്പ് പാൽ കൊണ്ട് കൊടുക്കാൻ നോക്ക്. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞേ. എടാ ചെറുക്കൻ, നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാ തല്ലടി. മഞ്ഞക്കാരൊരു താലിയം കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. ഓടാ വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്താളോ അത്യാവശ്യം വേണ്ടത്. முத்து காதல் அப்படிதான்டா, பொம்பளை மனசை நம்ப கூடாது. അങ്ങനെയൊന്നുമില്ല, ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ട. ஆமா ஆமா. யாருது? அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? ആ അങ്ങനെ ചില ചുറ്റുക്കളേക്കായിട്ട് ഇവിടെ അങ്ങ് കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள். അല്ല, എന്താ ഇത്? ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി? നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരോ പാർട്ടിയാന്ന്. എടി കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ? കോഴി അയ്യാ, അമ്മ വാങ്ങ വാങ്ങ അയ്യാ, വാങ്ങ അയ്യാ കോഴി. കിലോ 35 രൂപതാ. വാങ്ങ അയ്യാ കോഴി, വാങ്ങ വാങ്ങ കോഴി. അയ്യാ കോഴി വാങ്ങലിയാ? சார் கோழி வாங்கலையா? என்ன விலை கிலோ? 35 ரூபா தான். 35 ரூபா? 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? கோழி வாங்குறீங்க? ஒரு கோழி போடுமா. ஐயா, ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்ல, போடுமா. காப்பியா காப்பியா சுடு காப்பியா காப்பியா காப்பியா. என்ன சார் கை நீட்ட மட்டும் லட்சணமே இல்லையே? இல்ல. இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழി, அப்பதான் கூட்டம் வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാ മതി. അറുപണ്ണേ, എന്റെ കച്ചവടം നേരത്തെ തീരും. എന്നാ കെട്ടിപ്പൂട്ടി പോടി. ഒരെണ്ണൊഴുകി. என்ன ഊത്തിടാ. அதுவா? கோழி என்னம்மா? வாங்க கோழி கோழி கோழி. கிலோ 35 ரூபா கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ? ഒരു കോഴിയെ പറ്റും. പക്ഷെ മേജർ സാഹൻ, നമ്മുടെ ആ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളും. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാ കാര്യം. ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നതാരാ? മേജർ സാറാ?
സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചു പൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. ദാ, എന്നമ്മ ഇത് കൂടെ പിടിച്ചുക്കോ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. പോതും എല്ലാം ചൊന്ന മാതിരി ചെയ്യിച്ചാ ഒരു ഗ്ലാസ് കൂടി തന്നെ. കാശും തരണം. ഓ തരാം. ആ കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய் ஒரு ஸ்மால் கிடைச்சா இந்த கிளவி சொந்தம் பந்தம் ஒன்றும் பார்க்காது. நீங்க பாருங்க. നിർത്ത. എന്താ മുത്തിയമ്മേ, ഇന്ന് കാലത്തന്നെ പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുവോ വരട്ടോ ഒക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി? ദീനം വന്ന് ചത്ത കോഴിയാണോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത്? ഞാൻ പറ്റതോ? നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ, ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ട് പോകരുത്, രോഗം പിടിക്കും. മുത്തിയമ്മേ, ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ കേട്ടോ. இந்தாம்மா கோழி இப்படி பணத்தை எடு. முதல்ல பணத்தை கொடுமா. ഇല്ലങ്ക, ഇന്നമ്മ പോയി சொல்லுது. അല്ലല്ല, ഞാൻ പറഞ്ഞത് നേരാ. നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകല്ലേ, രോഗം പിടിക്കും. അയ്യോ മുത്തിയമ്മേ, എന്താ ഇത്? இந்தாம்மா பணத்தை எடுத்து கொடுமா. கோழி இப்படி எடுத்து கொடு. இல்லங்க. எடு பணத்தை. பணத்தை எடுத்து கொடு. കോഴി വാങ്ങ വാങ്ങ, നല്ല കോഴി, നല്ല ഇറച്ചി കോഴി. கோழி என்ன விலை? വിലയെല്ലാം കമ്മിതാ, കിലോ 30 രൂപ. 30 ரூபாயா? அந்த அம்மா 35 ரூபா சொல்லுது. அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க. நான் அப்படிப்பட்ட ஆள் அல்ல. எனக்கு 2 கோழி வாங்க, கொடுக்குறேன். இருங்க 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 இருங்கய்யா. கொடுங்க. ஆ, ஒரு கிலோ போதுங்க. என்ன கொஞ்சம் அனுப்பிச்சிருப்பா. சீக்கிரம் சார். நல்ல கோழியை பார்த்து போடுப்பா. பாருங்கம்மா, இதெல்லாம் இந்த ஊர் கோழியே இல்ல, வெளியூர்ல இருந்து கொண்டு வந்திருக்காங்க. ஆ. நமக்கு போடுங்க சார். വൈകുന്നേരം ഈ പ്രദേശത്തൊന്നും കണ്ടതില്ല. ഞാൻ എൻ്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി. ഇന്ന് കച്ചവടം തകർത്ത് കളഞ്ഞല്ലോ. ഒരു വാശി ഉണ്ടായിരുന്നു. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ ഒരു ഇത് കയറുന്നേ. അപ്പോ രണ്ടിലും നിറഞ്ഞിട്ടേ മാറൂന്ന് കരുതിയല്ലേ? എന്തായി, അമ്മയ്ക്ക് എഴുതിയോ അതോ? എഴുതി. ശിവൻ പറഞ്ഞുകൊണ്ട് മാത്രം. അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കിടാം, പിണങ്ങാം, പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്. ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ദിവസവും കലങ്ങി തെളിയും. അതെ, ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു.